നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ബേക്കറികളിലൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ കിട്ടുന്ന കാരക്കുംസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ശരിക്കും ചായക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന, ശരിക്കും ഒരു 5 മിനിറ്റ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കാരക്കുംസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ 2 മുട്ട വെച്ച് ചെയ്യുന്ന കണക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലോട്ടേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീറ്റർ കയ്യിലില്ലാത്തവർക്ക് വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം അധികം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ വിസ്ക് വെച്ച് ചെയ്യുന്നതാണെങ്കിലും നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കാൻ നോക്കാം. നമ്മൾ എത്രത്തോളം കറക്റ്റായിട്ട് പതപ്പിക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ കുംസ് നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. മുട്ട അടിച്ചെടുത്ത് ഏകദേശം ഇതുപോലെ പതഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ടയ്ക്ക് ഏകദേശം 4-4.5 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ ഈ കണ്ണൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയുടെ അളവ് എന്ന് പറയുന്നത് 1 മുട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അളക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ലെവൽ ചെയ്തിട്ടുള്ള അളവല്ല ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം മുഴുവനായിട്ട് സ്പൂണിൻ്റെ മുകൾ ഭാഗം വരെ വരുന്ന രീതിയിൽ, കണ്ടില്ലേ, ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന മൈദയിൽ കുറച്ച് ഞാൻ അരിപ്പയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി പതുക്കെ ഇതുപോലൊന്ന് അരിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ടേക്ക് അങ്ങ് ഡയറക്റ്റ് ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ പതുക്കെ വേണം മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. മൈദ അങ്ങനെ പെട്ടെന്ന് തന്നെ ചേർത്ത് കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ മുഴുവൻ മൈദയും ഞാനൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്യുക. ഏറ്റവും പതുക്കെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തി ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ പതുക്കെ നമുക്ക് മുഴുവൻ മൈദയും ഈ ബാറ്ററുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരക്കുംസ് റെഡിയാക്കി എടുക്കാം. ഇനി കുംസ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കാര വെച്ച് കൊടുക്കുക. കാര നന്നായിട്ട് ചൂടായി വരണം. ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കാര ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഒത്തിരി ഒന്നും ഉപയോഗിക്കരുത്. ഓരോ തുള്ളി വീതം ഓരോ കാര കുഴിയിലോട്ടേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കുംസിൻ്റെ താഴെ ഭാഗം കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. കറിയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പൊങ്ങി വരും. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 4 മിനിറ്റൊക്കെ ധാരാളമാണ്. അപ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയായി കിട്ടും.
അപ്പോൾ ശരിക്കും ഒരു 3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ശരിക്കും നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗം ഒരു ബ്രൗൺ കളറിലും അതുപോലെ മുകൾ ഭാഗം ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലാണ് ഇരിക്കുക. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ നമുക്കൊരു 1/4 ഭാഗം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള കുംസ് കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് മുഴുവൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കാരക്കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ കണ്ടില്ലേ, മുകൾ ഭാഗം ഈ ഒരു കളറിലും പിറകുവശം കുറച്ച് ക്രിസ്പി ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഇരിക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക, അതില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഒരു 2-3 മിനിറ്റിലൊക്കെ തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. ശരിക്കും ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.